ഏതേതാ അവർക്ക് പിന്നെ ഇത് വേണം എന്ത് പറഞ്ഞൊരു കാൽച്ചോട്ടുന്ന ഇതില്ല പാത ഫുട്പാത്ത് അതുണ്ടെങ്കിൽ ആ പുറത്തെ കുടുംബങ്ങൾക്ക് നടന്നിട്ട് പോകുന്നുള്ള വലിയൊരു ആശ്വാസമായിരുന്നു. ഇതിനൊന്ന് കണ്ടിന്യൂ ചെയ്താൽ മതി. ഈ റോഡ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്തിട്ട് അവർ നടന്നു പോകുന്ന അറിയാം. അതാണ് വേണ്ടത്. ഞങ്ങൾ ഫീൽഡിന് പോയപ്പോൾ ജനങ്ങൾ ഇതിന് ഒരുപാട് ജനങ്ങൾ പറഞ്ഞ ഈ ഒരു കാര്യമാണ് നമുക്ക് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഫുട്പാത്തിൻ്റെ ഒരു കാര്യം. അതെന്ത് ചെയ്താലും അത് ചെയ്തു കൊടുക്കാനുള്ള ഒരു ഡിമാൻഡാണ് ജനങ്ങൾക്കുള്ളത്. പക്ഷേ ഇത്ര കൊല്ലമായി ഇവർ ഭരിക്കുന്നത്. പക്ഷെ ഇതൊന്നും ചെയ്തിട്ടില്ല. ഇത് എത്ര വെള്ളമൊക്കെ ഇത് ഒരുപാട് വെള്ളം വരുന്ന ജാഗാണ്. പക്ഷെ നമ്മൾ ഡ്രെയിനേജിൻ്റെ കാര്യമാണ് മെയിൻ. വെള്ളം പാസ്സാകുന്നില്ല, സൗകര്യമില്ല. റോഡിൻ്റെ അവസ്ഥ അതേപോലെ തന്നെ റോഡിൻ്റെ അവസ്ഥ. റോഡും ഒരുപാട് പേര് ആ റോഡിന് ഇപ്പോൾ വന്ന വഴി കണ്ടില്ലേ, കൊടുക്കാൻ പോയി. ഇതെല്ലാം ജനങ്ങളാണ് ഇവിടുത്തെ ഒത്തിരി ക്ലീൻ ആക്കുക ചെയ്യാലാന്ന്. പക്ഷേ പഞ്ചായത്തൊന്നും ഇതുവരെ ഈ നടപടിയൊന്നും എടുത്ത് സ്വീകരിച്ചിട്ടില്ല ഇവിടെ. അപ്പോൾ കാര്യമായിട്ട് പഞ്ചായത്ത് ഇടപെട്ടതിൽ ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സ്ട്രീറ്റ് ലൈറ്റ് ഇടാനില്ല. അഞ്ച് കൊല്ലത്തിലൊരുക്കം പിന്നെ ഇലക്ഷൻ ആകുന്ന ടൈമിൽ കൊണ്ടിട്ട് ഇവിടെ ഇല്ല ആളെ. വലിയ ഉണ്ടായിട്ടുള്ള ഇപ്പോൾ പോയിട്ടുണ്ട് ആൾക്കാർക്ക്. എത്ര കൊല്ലായി ഈ കിണറ്റ് കുടിക്കാൻ വെള്ളമില്ല, കുട്ടികൾ കുടിവെള്ളമില്ല. ഏട്ടനെല്ലാം കൊണ്ടുവരണം പുറത്തുനിന്ന്. ഒരു മുന്നത്തെ അംഗനവാടിയുടെ അതിൽ ഉണ്ടായിട്ടില്ല. അബ്ദുൽ റഹ്മാൻ മെമ്പർ ആയിട്ടാണ് എനിക്കറിയില്ല. ശ്രദ്ധിക്കണം. ಅಬ್ದುಲ್ ರಹಮಾನ್ ಕೇಳಿ. ನಮಗೆ ಅಂಗನವಾಡಿಗೆ ನೀರಿನ ತುಂಬ ಪ್ರಾಬ್ಲಮ್ ಆಗ್ತದೆ. ಮಕ್ಕಳು 50 ಮಕ್ಕಳಿದ್ದಾರೆ. ಹಾಗೆ ನೀರಿಗೆ ಹೋಗುವಾಗ ಕಷ್ಟ ಆಗ್ತದೆ. ಈಗ ಯಾವಾಗಲೂ ಟೀಚರ್ ಇರುವುದಿಲ್ಲ. ಎಂಥದ್ದು ಸರ್ವೆ ಅಂತ ಹೋಗುವಾಗ ಈ ಮಕ್ಕಳನ್ನು ಬಿಟ್ಟು ದೂರದ ಮನೆಗೆ ಹೋಗುವಾಗ ಒಂದರ ಕುತ್ತಿಗೆ ಮತ್ತೊಂದು ಇದ್ದರೆ ಅದು ತುಂಬ ಕಷ್ಟ ಆಗ್ತದೆ. ನಮಗೆ ಆದಷ್ಟು ಬೇಗ ನೀರಿನ ವ್ಯವಸ್ಥೆ ಮಾಡಬೇಕು. ಈ ಬಾವಿ ಒಂದು ಮುಚ್ಚಿ ಬರಬೇಕು, ಬಂದ್ ಮಾಡಬೇಕು. ಅಂದರೆ ಹೊರಗಿನ ಮಕ್ಕಳೆಲ್ಲ ಬರೆದು ಮಾಡಿ ಬಂದರೆ ಎಲ್ಲಿಯಾದರೂ ಮಕ್ಕಳ ಜೀವಕ್ಕೆ ಅಪಾಯಕಾರಿ. ಅದಲ್ಲದೆ ಈ ನೀರಿನಲ್ಲಿ ಸೊಳ್ಳೆಗಳು ನಿಂತರೆ ಮಕ್ಕಳ ಆರೋಗ್ಯಕ್ಕೂ ಸಹ ಇದು ಪ್ರಾಬ್ಲಮ್ಮು. ಅದನ್ನು ಆದಷ್ಟು ಬೇಗ ಬಂದ್ ಮಾಡಿದರೆ ಒಳ್ಳೆಯದು.